നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും ഭയങ്കര മനോഹരമായിരിക്കും. ബേബേ കുളിച്ചു വാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? ആ, നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസാ, ഈടായി നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞു പോയി. തന്നെ? ആ, വല്ലാണ്ട് മെലിഞ്ഞു പോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ? അമേരിക്ക 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 അമേരിക്ക. കണ്ടോ ഷൂസൊക്കെ ഇവിടെയാ വെക്ക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ വെറും പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ എടാ പട്ടി. എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ടേ ഞാൻ വാഷ് ചെയ്യും. നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറി തുപ്പും, ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലി പിടിച്ച് തള്ളും. അത്രയല്ലേ ഉള്ളൂ, ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങേര് സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. എന്തോ നല്ല കവള്. Indian. What is his name? So many names. What? I don't know his original name. Shivadasa Menon or Paul Barber. Or sometimes he may give some other names. What are you talking about? He's an Indian, Keralite. What? ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. തൊലി വെളുത്തിരുന്നാ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? Excuse me, sister. Yes? Ask him what his problem is. I don't understand what he's saying. എന്താ പ്രോബ്ലം? ഞാൻ പറയാം. മോനെ, ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞത്? 613. പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ? ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് CID രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. വെക്കടാ, വെടി വെടി വെക്കടാ.
വെക്കടാ. ഓഹോ, അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് പിന്നെ ഇവിടുത്തെ വെളുപ്പന്മാരും കർമ്മന്മാരും കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എല്ലാം തട്ടി. എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ല് കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ എന്നെയാണല്ലോ അയക്കാറ്. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലരും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശി രാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ചത് കേട്ടാണ്. സാറായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി. ആയിക്കോട്ടെ. Like another bag? ഒരു ബാഗ്. ആ, ഓ. Hi, mister. Come. Came out security, sir. Did you forget to pay for something, sir? Did you forget to pay for something? No. അയ്യോ. Come on. No. അയ്യോ. അയ്യോ. ഇത്. How did this get in your pocket? Did you pay for it? I not take no. I've seen a lot of people like you. അയ്യോ, എന്തോ ഈ പറയുന്നേ? ഞാൻ എടുത്തിട്ടില്ല. എന്റെ അച്ഛനാണ്, ഞാൻ എടുത്തിട്ടില്ല. I want Rangba for me. You bloody thief. കൊല്ലാൻ നോക്കുന്നു. ഞാൻ ആരെന്ന് വിചാരിച്ചു? ICAD ഓഫ് ദി ഇന്ത്യ. No take pen. Menon come. What the hell is he saying? അവിടെ വന്നു, എന്റെ നെക്ക് പിടിച്ചു വീണു. ഞാൻ പേന പോക്കറ്റ് കയറി കണ്ടില്ല. I not take pen. Call the police. എങ്ങനെ, വീട് ഇഷ്ടായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ, Come. പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ ഒന്ന് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്? പറയൂ. അത് നിങ്ങളെ അയച്ചോട് ചോദിക്കണം.
സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ? ആ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമലർത്തി കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് ഏറ്റിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങളിങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞു. എന്നാ എനിക്കറിയാം. മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ അങ്ങനെ. ഈ കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ? ഞാൻ ഈ ബോട്ട് കൊണ്ടു ഈ മുറ്റത്ത് കെട്ടിയിടണോ? ഹെലികോപ്റ്റർ. നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചതല്ല. ഓക്കെ. എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ? അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CID ആണ്. ഒരു CID മറ്റൊരു CID യെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ CID-കളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തത് എന്ത്? ആ CID കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്. ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല. CID-കളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ. വീടിന്റെ 4 ഭാഗത്തും കണ്ണുവേണം. ഏത് ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നീക്കം അവൻ TV-യിൽ കൂടി കാണുന്നുണ്ടോ എന്നാണ് എന്റെ പേടി. എനിക്കുമുണ്ട് പേടി. മേനോൻ ഷർട്ട് ഇടാതാണ് നിൽക്കുന്നതെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവ് നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ രക്ഷപ്പെട്ടു. ആ ക്യാമറ എടുത്തിരുന്നെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവിന്റെ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഞാനത് മറന്നു. ഞാൻ മറന്നു. ഇത് തന്നെയാണോ മേനോന്റെ വീട്? സാരമില്ല, പൂച്ചയാണ്. നോ പ്രോബ്ലം. കമാൻ. കൈവെട്ട്. രണ്ടിനെയും വെട്ട്. വിജയ, അകത്താരുടെയോ കൈ പെട്ടുന്നു. അയ്യോ, മിണ്ടായിരിക്കെ. ഇനി കഴുത്ത്. കഴുത്ത് വെട്ട്. എന്റെ അമ്മ, മേനു എന്റെ ശബ്ദമല്ല അത്? അതെ, ഇത്രയും ഭീകരനാണ് അയാൾ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതോ ശത്രുവിനെ വെട്ടിവിട്ടിരിക്കുകയാണ്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. കൈ എന്റെ നെഞ്ചടക്കം വെട്ട്. കഴുത്ത നെഞ്ചടക്കം വെട്ടാൻ അവൻ പറയുന്നത്. കഴുത്ത് വെട്ട്. കുറച്ചുകൂടെ ഇറക്കി വെട്ട്. Who's that? Who is that? Nobody, nobody. Who is that? Stop there. ആരാ? ആരെ രണ്ടുപേരും ഓടുന്ന കണ്ടു. വല്ല കള്ളന്മാരും ആയിരിക്കും. നിങ്ങളിക്ക് പോരെ, അവന്മാരുടെ കൈ വല്ല കത്തിയോ തോക്കോ ഒക്കെ കാണും. സമ്പന്നമായ രാഷ്ട്രമാണെന്നാ പറയുന്നത്. ഇന്ത്യയിലേക്കാളും കൂടുതൽ കള്ളന്മാർ ഇവിടെ. സ്വന്തം വീട്ടിനകത്ത് വെച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നവൻ ഭയങ്കരം തന്നെ വിജയ, ഭയങ്കരം തന്നെ. അവൻ നമ്മളെ ചേസ് ചെയ്യും. എനിക്കതല്ല അത്ഭുതം. അവനെ കണ്ടുപിടിക്കാമെന്ന CID-കളാണ് നമ്മളെന്ന് അറിഞ്ഞിട്ടും നമ്മളെ അവൻ തട്ടായിരുന്നത്. നീഗ്രോളെ വിട്ട് തട്ടാൻ നോക്കിയില്ലേ? അതൊരു തവണ. പിന്നീട് അവനൊന്നും ചെയ്തില്ലല്ലോ. നീ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. പിന്നെന്തിനും തട്ടണം? ഓ, നീ വലിയ കഴിവുള്ള CID ആണല്ലോ.
Come on. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി എവിടെ? നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes, cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. അപ്പൊ തുണി? അയ്യോ മലയാളിയാണോ? ഒരൊറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. ഈ നീഗ്രോയാണ്. മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. കുറച്ചുകൂടെ സ്റ്റൈല് നടക്ക്. മര്യാദക്ക്. മലയാളം പറയരുത്. May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh, no. Please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah? That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. Okay. ചെന്ന് കംപ്ലീറ്റ് കീറിയ തുണികളും പരിശോധിക്കണം. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള മേനോന്റെ പേര് പറയല്ലേ? സോറി, ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള എല്ലാ ആശുപത്രികളിലും പോയി ഒരു പരിശോധന നടത്താം. മേനോന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സയ്ക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് കാണുമല്ലോ, അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യേ, കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകളൊന്ന് ചെക്ക് ചെയ്യേ. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. Okay. Wish you all success. Okay. Thank you, sir.
going on here? Any